ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ വഹ് അതുപോലെ തന്നെ വേ ഈ രണ്ട് വാക്കുകളുടെ അർത്ഥമാണ് നോക്കുന്നത്. വഹ് എന്ന് പറയുമ്പോൾ അവൻ, അവൾ, അത്, ആ എന്നൊക്കെയുള്ള അർത്ഥമാണ്. വേ എന്ന് പറയുമ്പോൾ അവർ, അദ്ദേഹം, അവ, ആ. അപ്പോൾ വേ എന്ന വാക്ക് കൂടുതലായിട്ടും പ്ലൂറൽ, ഒന്നിൽ കൂടുതൽ എന്തെങ്കിലും കാര്യമുള്ളപ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റ് കൊടുക്കുന്ന സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബ്രാക്കറ്റിൽ വോ എന്ന് എഴുതി ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ വോ എന്ന വാക്ക് സംസാര ഭാഷയിലാണ് ഉപയോഗിക്കുന്നത്. വഹ് വരുന്ന സാഹചര്യത്തിലും വേ വരുന്ന സാഹചര്യത്തിലും സംസാരത്തിൽ വോ എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ വ രാഹുൽ ഹെ, അവൻ രാഹുലാണ്. വ മേര ഘർ ഹെ, അത് എൻ്റെ വീടാണ്. ഇതാണ് വഹ് വെച്ചിട്ടുള്ള രണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. വേ മേരി കിതാബേ ഹെ, അവ എൻ്റെ പുസ്തകങ്ങളാണ്. വേ മേരെ ദോസ്ത് ഹെ, അവർ എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ വഹ് വേ വെച്ചിട്ടുള്ള വ്യത്യാസമുള്ള സെന്റൻസ് നമ്മൾ കണ്ടു. അതേസമയം ഇത് സംസാര ഭാഷയിലാണ്. നിങ്ങളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അത് രാഹുലാണ് അല്ലെങ്കിൽ അതെന്റെ വീടാണ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? വോ രാഹുൽ ഹെ, വോ മേരാ ഘർ ഹെ, വോ മേരി കിതാബേ ഹെ, വോ മേരെ ദോസ്ത് ഹെ, അങ്ങനെയാണ് പറയുക. ഓക്കെ, അപ്പം ഈ സ്പോക്കൺ ഹിന്ദിയോടൊപ്പം തന്നെ കുറച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗ്രാമറും കൂടെ മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വാക്കോ എന്തെങ്കിലും സെന്റൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോമെന്റ്സിൽ എഴുതുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോന്റെ ലാസ്റ്റ് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ രാധയാണ് എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും?